ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് പറഞ്ഞാൽ എനിക്കൊരു നോട്ടീസ് ഇട്ടിട്ടുണ്ട്. വെറും 1600 രൂപക്ക് 8ഓളം ബ്ലഡ് ടെസ്റ്റ് ആണ് ഇവർ ചെയ്ത് കൊടുക്കാന്ന് പറയുന്നുണ്ട്. പുറത്തൊക്കെ ഒരുപാട് എമൗണ്ടിന് ചെയ്യുന്ന ടെസ്റ്റ് വെറും 1600 രൂപക്ക് ചെയ്യുന്നുണ്ടോ ഉള്ളത് സത്യമാണോ എന്താണെന്നൊന്നും അറിയണമല്ലോ. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്ന് പോയി നോക്കിയാലോ. സോ കമാൺ ഗൈസ്. ഹായ്, എനിക്ക് ഒരു പാക്കേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരോ. എനിക്കിപ്പോ 1600 രൂപക്ക് 8ഓളം ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജാണ് കിട്ടിയത്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് പറയോ? അതിന്റെ അകത്ത് 2 വൈറ്റമിൻസിന്റെ ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു കാൽസ്യം വരുന്നുണ്ട്, പിന്നെ TFT അതായത് തൈറോയിഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ലിവറിന്റെയും കിഡ്നിന്റെയും, പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ഉണ്ട്, കൊളസ്ട്രോൾ. ഫുഡ് കഴിക്കുന്ന ബ്ലോഗർ, ഞാൻ ഫുഡ് ബ്ലോഗർ ആണ്. അപ്പൊ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കേട്ടത് ശരിയാണ്. വെറും 1600 രൂപക്ക് 8ഓളം ടെസ്റ്റുകളാണ് ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഇത് മാത്രല്ല കേട്ടോ, 1000 രൂപക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ചെക്കപ്പ് അതും ഇവിടെ അവൈലബിൾ ആണ്. ഇതും കൂടാണ്ട് വെറും 500 രൂപക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ബേസിക് ചെക്കപ്പ് അവൈലബിൾ ആണ്. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ റേറ്റിന് ഇത്രയും പാക്കേജ് കൊടുക്കാൻ കാരണം? ചില പേഷ്യന്റിന് പുറത്തത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മളിവിടെ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് അഫോർഡബിൾ ആയിട്ട് കൊടുക്കണതല്ലേ. അതായത് മറ്റു ലാബുകളിലൊക്കെ വൈറ്റമിൻ ഡി ചെയ്യാൻ 1200 ഒക്കെ ആവും ചെയ്യാൻ. ഇവിടെ 600 രൂപയുടെ വൈറ്റമിൻ ഡി മാത്രം ചെയ്യാനായിട്ട്. ഇവിടെ ഓപ്പണിംഗ് വരുന്നത് രാവിലെ 6:30 ടു ഈവനിങ് 5:30 വരെ. താങ്ക് യു. എന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ കേരള ലാബിലേക്ക് വന്നാൽ മതി കേട്ടോ. ലൊക്കേഷൻ വരെ നമ്മുടെ കോഴിക്കോട് അയരടുത്ത് പാലം ദാറുസലാം കോംപ്ലക്സിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരള ലാബ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.